Bonjour, my lovelies. Good morning. So, ഞങ്ങളുടെ ട്രിപ്പിൻ്റെ day 3 ആണിന്ന്. So today we are here at Quebec. നമ്മൾ ലാസ്റ്റ് ടൈം മോൺട്രിയലായിരുന്നു, which is also in Quebec. നമ്മളിപ്പോൾ പ്രോപ്പർ ക്യൂബക്കിലേക്ക് വന്നു. And today we are exploring the city. It's a good weather. ഭയങ്കര റെയിനി ആയിരുന്നു കുറച്ച് നേരം മുമ്പ് വരെ. ഇപ്പോൾ വെതർ മാറി. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ സണിയായി. ആൻഡ് here. So sorry. I know. So I'll show you the places. സോ ഇതാണ് ഓൾഡ് ക്യൂബെക് സിറ്റി. അപ്പം നമ്മൾ സിറ്റി കൂടെ ഓൾഡ് ക്യൂബെക് സ്ട്രീറ്റിൽ കൂടെ നടക്കാമെന്ന് ഓർത്തിട്ട് അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു, എല്ലുള്ളിൽ കൂടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട്. സോ നമ്മൾ പോകുന്ന വഴി കുറച്ച് ബോൺഫയർ പോലെയൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. സോ നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നൊക്കെ ചൂടൊക്കെ കൊള്ളാം ആൾക്കാർക്ക്. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ നമ്മൾ നടന്ന് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാണ്. സോ ഓൾഡ് ക്യൂബെക് സിറ്റി ഇസ് ഡിവൈഡഡ് ഇൻ ടു അപ്പർ ടൗൺ ആൻഡ് ലോവർ ടൗൺ. സോ പാർട്ടായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. സോ ലോവർ ടൗൺ കുറച്ചും കൂടെ റിവർ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ലോവർ ടൗൺ ഉള്ളത്. സോ ഞങ്ങളങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ലോവർ ടൗണിൻ്റെ ഒരു മെയിൻ ഏരിയ വന്നു, വിച്ച് ഇസ് കോൾഡ് പ്ലേസ് റോയൽ. ഇവിടെ ഒരു സ്ക്വയർ ലൈക്ക് പ്ലേസ് ആണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, വിച്ച് ഇസ് നോർത്ത് ഡാം ചർച്ച്. നോർത്ത് ഡാമി ചർച്ചാണ്, വിച്ച് വാസ് ബിൽഡ് ഇൻ 60s. പക്ഷെ അതെന്തോ വാറിലൊക്കെ പെട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് റീസ്റ്റോർ ചെയ്തതാണ്. സോ നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. സോ ഇതാണ് എനദർ അട്രാക്ഷൻ. ക്യൂബക്കിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്ന സ്ട്രീറ്റാണ് റൂ ഡു പെറ്ററ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റാണ്. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്നറിയില്ല. And we came across a beautiful wall painting. So it is said that Quebec City is the only North American city to have preserved its ramparts. Ramparts meaning a high wall buildings ille. Adokke. Pinocchio. സോ ഫൈനലി ഞങ്ങൾ അങ്ങനെ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേയുടെ സ്ഥലത്തേക്ക് പോവാണ്. സോ ഇത് കുറച്ച് അടിപൊളി സ്റ്റേ ആണ്. ആസ് യു ക്യാൻ സീ ഫ്രം ഔട്ട്സൈഡ് നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേ ഇതാണ്. ഈവൻ ദി ഔട്ട്സൈഡ് ഇസ് ഓൾസോ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഭംഗിയായിരുന്നു പുറത്ത് നോക്കുമ്പോഴും. പുറത്തത്തെ സറൗണ്ടിങ്സൊക്കെ നല്ലതായിരുന്നു. അപ്പം നമ്മൾ ലഗേജൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് പുറത്തത്തെ ഏരിയയൊക്കെ ഒന്ന് കാണിക്കാം. ഇത് ഫ്രണ്ട് വ്യൂ, നമ്മൾ ഹോട്ടലിലേക്ക് കയറുന്നുള്ള വ്യൂ. ആൻഡ് യെസ് ഗൈസ്, ഇതാണ് പുറത്തത്തെ വ്യൂ. കെൻ യു സീ ഹൗ പ്രിറ്റി ഇറ്റ് ഈസ്? ഓ മൈ ഗോഡ്, എനിക്കൊരു 2 ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കൊരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഇൻസൈഡ് ഓഫ് അവർ റൂം. നമുക്കൊരു നല്ലൊരു കോസി ബെഡുണ്ട്, ഒരു സോഫ അവിടെ, ആൻഡ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ നമുക്കവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. സോ നമുക്ക് ബാൽക്കണിയിൽ പോയിരിക്കാം കുറച്ച് നേരം. സോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഒരു മൗണ്ടൻ ആ വ്യൂ ഒക്കെ കിട്ടും. ഇറ്റ് വാസ് നൈസ്. ഇറ്റ് വാസ് സോ പീസ്ഫുൾ, കാം. അത്ര നല്ലൊരു മൂഡാണ് ഇവിടെ ഇരിക്കുമ്പോൾ. സോ വി തോട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു താഴെ പോയി പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കണ്ട് കുറച്ചും കൂടെയൊക്കെ നടന്ന്, താഴെ ഒരു റിവറൊക്കെ ഉണ്ട്. സോ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ ഓർത്തിട്ടാണ് വി തോട്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പോൾ
നമ്മൾ വന്നേക്കുന്ന ഹോട്ടൽ നമ്മൾ സ്റ്റേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. താഴെയൊക്കെ പോയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല സീനിക് ബ്യൂട്ടിയാണ്. സോ അതൊക്കെ ഒന്ന് താഴെ പോയി നോക്കാൻ ഓർത്തിട്ട് പോവാണ്. ഇറ്റ്സ് വെരി ഗുഡ് സ്റ്റേ കേട്ടോ, നല്ല വെരി നൈസ് സ്റ്റേ കേട്ടോ. ഞാനും ആഷ്ലിയും ഒരു ഹോട്ടലിൽ വന്നതാണ്. ആഷ്ലിയുടെ ഡ്രസ്സ് നോക്കൂ. ആഷ്ലി എന്തായിട്ടാക്കട്ടെ. ആഷ്ലി പാവപ്പെട്ടവരുടെ ആഷ്ലിയാണ് ഞാൻ, പാവപ്പെട്ടവരുടെ ആഷ്ലി. കുട്ടാ, can you take her? അവിടെ നടന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിവറിൻ്റെ സൈഡിലേക്ക് പോവാണ്. തേനു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ബീനിയൊക്കെ ഇട്ടു, ബിക്കോസ് എൻ്റെ ചെവിയിലൊക്കെ കാറ്റ് കയറുന്നുണ്ട്. ഡാഡിക്ക് മോൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയണത്. സോ ദേ ആർ കൂൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങ് ദൂരെ നിങ്ങൾക്കൊരു റിവർ കാണാമോ, ഒരു ഫ്രോസൺ റിവർ. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. So I'm just chilling casually, enjoying the view, enjoying the place with my family, feeling so blessed, feeling so complete, grateful for all the blessings, and yeah, touch wood. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റിവർ ബാങ്കിൻ്റെ അടുത്ത് പോയി ഇരിക്കാം എന്ന് ഓർത്തിട്ട്. സോ ഓൾസോ ഞാൻ സാമീനെ അവളുടെ ബീനി ഇടിയിപ്പിച്ചു, ബിക്കോസ് എനിക്ക് തോന്നി അവൾക്ക് തണുക്കുന്നുണ്ടെന്ന്. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് ഹർ വെയർ ഹർ ബീനി, ബിക്കോസ് ചെവി വേനയൊക്കെ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. സോ ആസ് എ മദർ ഞാൻ പെട്ടെന്ന് കുറച്ച് കൺസേൺഡായി. ഞാൻ അവളെ പിടിച്ച് വലിച്ച് ബീനി ഇടിപ്പിച്ചു. ഇതിഷ്ടമല്ല, പക്ഷെ എന്നാലും നമുക്ക് പറ്റില്ല. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. കുറച്ച് നമ്മൾ ടീ ഒക്കെ ഞങ്ങൾ വരുന്ന വഴി കുടിച്ചിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞു. ഈവനിങ് സ്നാക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. സോ നമ്മളിനി വീണ്ടും തിരിച്ചു പോവാണ്. സോ നമ്മൾ ഈ വെട്ടം കണ്ടിട്ട്, ഈ ലൈറ്റ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈവനിങ് ആണെന്ന്. പക്ഷേ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് 7:30 ഒക്കെ കഴിഞ്ഞായിരുന്നു. സോ നമുക്കിനി ഡിന്നർ കഴിക്കണം, കിടക്കണം, നാളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. സോ ഇന്ന് തന്നെ കുറച്ച് ടയർഡായി. സ്ട്രീറ്റ് ഫുൾ നടന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ടയർഡായി. ബട്ട് എനി വിച്ച് വേസ് വി എൻജോയ്ഡ്. നല്ലൊരു ട്രിപ്പായിരുന്നു ആഫ്റ്റർ എ ലോങ് ടൈം. സോ എല്ലാം അടിപൊളിയായിരുന്നു വിത്ത് ഗോഡ്സ് ഗ്രേസ്. സോ നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കുറച്ച് എന്തൊക്കെയോ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിൽ പോയി. സോ വി എൻഡഡ് ദ ഡേ ലൈക്ക് ദാറ്റ്. ബോൺജോർ, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വിച്ച് ഈസ് വിൽ ഷോ യു ഇൻ എ വൈ. സോ ഞാനപ്പോൾ ഈ എന്താ പറയുക, ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ ബിക്കോസ് ദ വീഡിയോ ഇസ് ബീൻ ടു ലെങ്തി. എനിക്കിപ്പോൾ ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണത് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ഐ തോട്ട് ഐ സ്റ്റോപ്പ് ഹിയർ ആൻഡ് ദെൻ നെക്സ്റ്റ് ലൊക്കേഷൻ പോലെ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സോ യെസ് ഗൈസ്, സോ വി ആർ ഗോയിങ് and see you again with another beautiful video. So if you like my content, എല്ലായ്പ്പോഴും പറയുന്ന പോലെ, don't forget to subscribe, share, comment and like my video.
See you again with another beautiful video. Until then, bye bye.